ഞാനെന്നുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുക. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്നുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുക. കരുണയാണ്, അങ്ങയുടെ കൃപയാണ്, അങ്ങയുടെ ദയയാണ്, അങ്ങയുടെ നീതിയാണ്. കരുണാമയനാകയാൽ അങ്ങയുടെ കരുണ കൊണ്ട് ഞങ്ങളെ ഓർമ്മ. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. ബുദ്ധിമുട്ടു നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. സംതൃപ്തരായിരുന്നാൽ എന്നൊരു വിഷയം നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. കുടുംബപ്രഭുക്കളെ, വിശ്വാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട ഏതൊരു ദൈവപൈതലും പ്രാപിച്ചിരിക്കേണ്ട ഒരവസ്ഥയാണ് ഒരു സംതൃപ്ത മനസ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നത്. ദൈവമക്കൾ എപ്പോഴും സംതൃപ്തരായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ ആഗ്രഹവുമാണ്. വിശ്വാസ പോർക്കളത്തിലെ അഭ്യസനത്തിൽ കൂടെ പൗലോസ് അപ്പോസ്തലൻ പഠിച്ച ഒരു പാഠം സംതൃപ്തനായിരിക്കുവാൻ കഴിയുക എന്നതാണ് എന്ന് സന്തോഷത്തോടെ താൻ പ്രഖ്യാപിക്കുകയാണ്. ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയുള്ളതായിരുന്നാലും ക്രിസ്തുയേശുവിലുള്ള ആശ്രയത്താൽ താൻ തൃപ്തനായിരിക്കുന്നു എന്നത് തൻ്റെ പ്രാഗൽഭ്യവും സാക്ഷ്യവുമായിരുന്നു. ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് താൻ ധൈര്യത്തോടെ പറയുമ്പോൾ നിങ്ങളും സംതൃപ്തരായിരിക്കുവാൻ പഠിക്കണം എന്ന ഒരു ഉപദേശം കൂടെ താൻ ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക് നൽകി കൊടുക്കുന്നു. അപ്പോസ്തലൻ പൗലോസ് തൻ്റെ ജീവിത സാഹചര്യത്തിലെല്ലാം തൃപ്തനായിരുന്നു. ദൈവം നടത്തുന്ന വഴികളിൽ താൻ തൃപ്തനായിരുന്നു. താൻ ധൈര്യത്തോടെ സാക്ഷിച്ചു. അത് വിളിച്ചു പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളും സംതൃപ്തരായിരിക്കാൻ പഠിക്കണമെന്നൊരു ഉദ്ദേശം കൂടെ ഈ ലേഖനം എഴുതുമ്പോൾ തനിക്കുണ്ടായിരുന്നതായി നമുക്ക് കരുതാം. നാം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എപ്രകാരമുള്ളതായിരുന്നാലും സംതൃപ്തിയുള്ളവരായിരിക്കണം. നാം ദൈവത്തോട് അപേക്ഷിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയാന്തർഭാഗത്തു നിന്ന് പുറപ്പെടുന്നതാണ്. നമ്മുടെ ഹൃദയത്തിൽ എന്താണ് ഉള്ളതെന്ന് അവ വെളിപ്പെടുത്തുകയാണ്. നമ്മുടെ പ്രാർത്ഥനാപേക്ഷകൾ മോഹങ്ങൾ നിറഞ്ഞതും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ളതും ഭൗതിക ജീവിത നിലവാരത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും മാത്രമുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ നാം സംതൃപ്തരായിരിക്കുന്നില്ല എന്നതല്ലേ അതൊക്കെയും വെളിപ്പെടുത്തുന്നത്. നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കുക. നമ്മുടെ ആവശ്യങ്ങളിൽ ഏറിയ പങ്കും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ മുഴുവനും ആത്മമനുഷ്യനെ ബാധിക്കുന്നതോ ഭൗതിക ജീവിതത്തിന് മാത്രം ഉതകുന്നതോ എന്ന് നാം തിരിച്ചറിയണം. ഇപ്പോൾ ദൈവം നമ്മെ പരിപാലിച്ച് വഴി നടത്തുന്നതിലും
ഓരോ ദിവസവും അത്ഭുതകരമായി കാത്തുപരിപാലിക്കുന്നതിലും പ്രിയരെ നാം സംതൃപ്ത മനസ്സുള്ളവരാണോ? നാം ദൈവത്തിന് അതിനുവേണ്ടി സ്തോത്രവും സ്തുതിയും അർപ്പിക്കുന്നവരാണോ? നാം നമ്മുടെ ദൈവത്തോട് അപേക്ഷിക്കുന്നത് ഒക്കെ നമ്മെക്കുറിച്ചുള്ള ദൈവഹിതത്തിന് അനുസൃതമായ കാര്യങ്ങൾ മാത്രമേ ആകാവൂ എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്ന ഒരാത്മീയ നിലവാരം നാം കൈവരിക്കണം. പഴയ നിയമ ചരിത്രത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് എസ്തേർ എന്ന മഹത് വനിത. ഒരു സംതൃപ്ത മനസ്സിന് ഉടമയായിരുന്നു അവർ. ഒന്നുമില്ലാത്ത, അവഗണിക്കപ്പെട്ട, അപ്പനമ്മമാർ ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്നും പേർഷ്യൻ രാജ്ഞി എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടവൾ. ആ അവസ്ഥയിലേക്ക് താൻ ഉയർത്തപ്പെടാൻ കാരണം തനിക്ക് ലഭിച്ച ആത്മീയ അഭ്യസനമായിരുന്നു. സംതൃപ്തിയുടെ ഒരു അനുഭവം അവൾ തൻ്റെ ജീവിതത്തിൽ സൂക്ഷിച്ചിരുന്നതിനാൽ താൻ ഏറ്റവും അധികം മാനിക്കപ്പെട്ടു. മത്സര മനോഭാവത്തിൽ വസ്തി എന്ന രാജ്ഞി സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ടപ്പോൾ പുതിയ രാജ്ഞി പദവിയിലേക്ക് തിരഞ്ഞെടുപ്പിന് എസ്തർ കൊട്ടാരത്തിൽ വരുത്തപ്പെട്ട കന്യകമാരിൽ ഒരുവളായി ഉണ്ടായിരുന്നു. രാജഭണ്ഡാരത്തിൽ നിന്ന് അവൾക്ക് ആവശ്യമായത് എന്തെല്ലാമോ അതൊക്കെയും അവൾക്ക് ലഭ്യമായിരുന്നു. അവൾക്ക് എന്തും ചോദിക്കാം, അതെല്ലാം അവൾക്ക് കൊടുക്കപ്പെടും. അന്തഃപുരത്തിൽ നിന്ന് രാജധാനിയിൽ ചെല്ലുവാൻ നിർണയിക്കപ്പെട്ട നാൾ വരെ അവൾ ചോദിക്കുന്നതെന്തും അവൾക്ക് കൊടുക്കും എന്ന് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും മനോഹരമായ വസ്ത്രങ്ങളും വിലപിടിപ്പുള്ള ആഭരണങ്ങളും സകലവിധ സുഗന്ധ വസ്തുക്കളും ആവശ്യപ്പെടുവാൻ അവകാശമുള്ളവൾ. തൻ്റെ കൂടെയുള്ള സകല പെൺകുട്ടികളും അതൊക്കെയും ആവശ്യപ്പെട്ടുവെങ്കിലും എസ്തർ തനിക്ക് അത്യാവശ്യമായിരിക്കുന്നതും രാജസന്നിധിയിൽ ചെല്ലുവാൻ ആവശ്യമായതും മാത്രവും തിരഞ്ഞെടുത്തിട്ട് ബാക്കിയൊക്കെ നിരസിച്ചു. എസ്തറിന് രാജസന്നിധിയിൽ ചെല്ലുവാൻ മുറ വന്നപ്പോൾ അവൾ രാജാവിൻ്റെ ഷണ്ണനും അന്തഃപുര പാലകനുമായ ഹേഗായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല. എന്നാൽ എസ്തറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും. എസ്തറിൻ്റെ പുസ്തകം 2:15 വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. തനിക്ക് നിയമിക്കപ്പെട്ടതിൽ അവൾ സംതൃപ്തയായിരുന്നു. മറ്റു പലതും ആവശ്യപ്പെടുവാൻ അവകാശമുണ്ടായിരുന്നവൾ. അവളിലെ സംതൃപ്ത മനസ്സിനാൽ അവൾ നിയന്ത്രിക്കപ്പെട്ടിരുന്നു. രാജാവ് മറ്റെല്ലാവരെക്കാളും എസ്തറിനെ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്തു. തന്നോടൊപ്പം സിംഹാസനത്തിൽ തന്നെ ഇരുത്തി. അവൾക്ക് എന്ത് നൽകിയോ അതിൽ അവൾ പൂർണ്ണ തൃപ്തയായിരുന്നു. സംതൃപ്തി ഉണ്ടായിരുന്നവളോട് രാജാവിന് കരുണ തോന്നി. തുടർന്നുള്ള കാലങ്ങളിൽ അവളുടെ ആവശ്യങ്ങളെല്ലാം രാജാവ് അവൾക്ക് നൽകി കൊടുക്കുന്നതായി കാണാം. സംതൃപ്ത മനസ്സാണ് പ്രിയരെ ദൈവത്തിൽ നിന്ന് ആവശ്യങ്ങൾ പ്രാപിക്കുന്നതിനുള്ള, ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ജീവിക്കുന്നതിനുള്ള മുഖാന്തരം എന്ന ഈ അനുഭവത്തിൽ കൂടി ദൈവം നമ്മെയും ഉപദേശിക്കുന്നു, നമ്മെയും പഠിപ്പിക്കുന്നു. കൂടപ്പുറപ്പുകളെ, പൗലോസ് അപ്പോസ്തലൻ പ്രസ്താവിച്ചതുപോലെ ജീവിത സാഹചര്യങ്ങൾ എന്തായാലും, എങ്ങനെയായാലും, എവിടെയായാലും നാം വിശുദ്ധ ജീവിതം നയിക്കുന്നവരെങ്കിൽ സംതൃപ്തരായി കഴിയാൻ ശ്രമിക്കണം. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ കരുണ എപ്പോഴും നമ്മിലേക്ക് ചൊരിയപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്തൊക്കെ നമുക്കില്ല എന്നുള്ളതല്ല നാം ചിന്തിക്കേണ്ടതും പറയേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. എന്തെല്ലാം ഉണ്ട് എന്നതിൽ ദൈവത്തിന് അറിഞ്ഞ് നന്ദി അർപ്പിക്കുക. അതാണ് ഒരു സംതൃപ്ത മനസ്സിൽ നിന്ന് ഉയർത്തപ്പെടുന്ന പ്രാർത്ഥനയും അനുഭവവും. അപ്രകാരമുള്ള വ്യക്തികളാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു ജീവിതം ഇന്ന് പകലിൽ നയിക്കാൻ, തുടർന്നുള്ള നാളുകളിൽ അങ്ങനെയുള്ള ജീവിതം അനുഷ്ഠിക്കാൻ നമുക്ക് ഒരു സമർപ്പിത മനസ്സുണ്ടാകണം. നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്ക് കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചന ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കർത്താവെ വിളിയും തിരഞ്ഞെടുപ്പും ഉള്ളവരാകയാൽ തൃപ്തരായി അങ്ങയുടെ സന്നിധിയിൽ ജീവിക്കുവാൻ, സംതൃപ്ത മനസ്സിനുടമകളായി തീരുവാൻ ഞങ്ങൾക്കിടയാകേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞങ്ങൾ ആവലാതി പറയുന്നവരാ, പലപ്പോഴും ഞങ്ങൾ നിരാശയ്ക്ക് അടിമപ്പെടുന്നവരാ, ഇല്ലാത്തതിനെക്കുറിച്ച് ആവലാതിപ്പെടുന്നവരാ പലപ്പോഴും. എന്നാൽ അത് പാപമാണ്, പിഴവാണെന്ന് ദൈവത്തിൻ്റെ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നു.
കർത്താവ് ലഭിച്ചതിൽ, തമ്പുരാൻ തന്ന നല്ല ദാനങ്ങൾ അനുഭവിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ലഭിച്ചതിൽ തൃപ്തിയുള്ളവരായി കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അതിനുള്ള കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ലഭിക്കുന്ന അവസരങ്ങളെല്ലാം അപ്രകാരം ഉയർത്തുവാൻ ഞങ്ങൾക്കിടയാണ്. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാൻ ഇടയാക്കണമേ. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിന് അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. ആശ്വാസമായി